സുവിശേഷം എങ്ങനെ അറിയിക്കും? ദൈവത്തിന് മഹത്വം. ഇന്നലെ നാം ചിന്തിച്ചതിൻ്റെ രണ്ടാം ഭാഗമാകുന്നു ഇന്ന് ധ്യാനിക്കുന്നത്. സുവിശേഷം എങ്ങനെ അറിയിക്കും? സുവിശേഷം അറിയിക്കുവാൻ ബൈബിൾ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ അറിയിച്ചറിയിച്ച് ആളുകൾ വഴിതെറ്റിപ്പോകാതിരിക്കേണ്ടതിന് കൃത്യതയോടുകൂടെ എഴുതി വച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. അല്ല എങ്കിൽ ഓരോ നാട്ടിൽ വിവിധ മനുഷ്യർ അവർക്ക് ബോധിച്ചതുപോലെ സുവിശേഷം പറഞ്ഞു പോയാൽ അത് ഗുണത്തിന് പകരം ദോഷം. അതുകൊണ്ട് യേശുക്രിസ്തു ആര്, അവൻ എന്താണ് മനുഷ്യന് വേണ്ടി ചെയ്തത്, എന്താണ് സുവിശേഷം, ആരാണ് സുവിശേഷം, ഇക്കാര്യങ്ങളെ തെറ്റുകൂടാതെ 4 വ്യക്തികളെ കൊണ്ട് ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആളുടെ പേര് മത്തായി, രണ്ടാമത്തെ ആളുടെ പേര് മർക്കോസ്, 3 ലൂക്കോസ്, 4 യോഹന്നാൻ. ഇതിൽ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അടുത്ത പങ്കാളി ആയിരുന്നു. മർക്കോസ് ആകട്ടെ പത്രോസിനോട് ഏറ്റവും അടുത്ത് ഇടപെട്ട ആളാകും. ലൂക്കോസും അങ്ങനെയുള്ള ആളാണ്. വിദ്യാഭ്യാസവും സമൂഹത്തിൽ പരിചയമുള്ള ആളായിരുന്നു ലൂക്കോസ്. മത്തായി കർത്താവിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ തൻ്റെ തൊഴിൽ വിട്ട് ക്രിസ്തു ശിഷ്യനായ ആളാണ്. മത്തായി യേശുക്രിസ്തുവിൻ്റെ യഹൂദ പാരമ്പര്യത്തെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും യഹൂദന്മാർ പ്രതീക്ഷിക്കുന്ന രാജാവായിട്ടാണ് മെശിഹ വരുന്നത് എന്നും സുവിശേഷത്തിൻ്റെ ഒരു വശം വിവരിച്ചു. മർക്കോസ് മറ്റൊരു വശവും, ലൂക്കോസ് മറ്റൊരു വശവും, യോഹന്നാൻ മറ്റൊരു വശവും വിശദീകരിച്ചു. അങ്ങനെ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് 4 സുവിശേഷങ്ങളും ചേർന്ന് കൃത്യതയോടുകൂടെ രേഖപ്പെടുത്തിയിരിക്കും. ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവച്ച മഹാനായ വില്യം കേറി അന്നത്തെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 45 ഭാഷകളിൽ ബൈബിളിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും തർജ്ജിമ ചെയ്തതിൻ്റെ കോപ്പികൾ സെറാംപൂരിൽ ഇരിക്കുന്നത് ഞങ്ങൾ ഈ ആഴ്ചയിൽ കണ്ടു. 45 ഭാഷകളിലേക്കെന്ന് പറയുമ്പോൾ സുവിശേഷം അറിയിക്കാൻ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് ഓർത്തിട്ട് സങ്കടവും കുറ്റബോധവും ഉണ്ടായി.
എന്നാൽ ഇന്നാകട്ടെ ഈ പവർ വിഷൻ പോലെയുള്ള മനോഹരമായ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്നില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, വിവാദങ്ങളില്ലാത്തതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതുമായ സുവിശേഷ സന്ദേശങ്ങൾ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് 5, 10, 15, 20 പേർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഇതൊരു എളുപ്പമാണ്. പഴയ നിയമത്തിലെ കഥകളോ സംഭവങ്ങളോ വിവരിക്കുന്നത് വിശ്വാസികൾക്ക് ആത്മീയ വർധനവും ഉണർവും ഉണ്ടാകും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര പ്രവൃത്തിയും മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും ഇടകലർന്നു പോകുന്ന അതുല്യമായ സുവിശേഷ സന്ദേശം നാം പങ്കുവയ്ക്കണം. അതാണ് പങ്കുവയ്ക്കേണ്ടത്. അതിന് നിങ്ങൾ അല്പം കൂടെ ഉത്സാഹിക്കുമോ? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പൗലോസ് അന്ന് പറഞ്ഞത് ഇന്ന് പറയാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.